ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇറാഖിലെ ഒരു ക്രിസ്ത്യൻ ചർച്ച് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടില്ല, ഇറാഖിൽ ക്രിസ്ത്യൻ ചർച്ചിനോ ഉണ്ട്. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ തെറ്റിദ്ധാരണയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ മാറ്റിത്തരാം. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ എങ്ങനെ എത്തി, എപ്പോൾ എത്തി എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി. ഞാൻ നമ്മുടെ കേരള ടു US ബൈക്ക് റൈഡിൻ്റെ ഇടയിൽ ഞാൻ ഇറാഖ് വഴി പോകുമ്പം ബസ്രയിലാണ് ഇപ്പോൾ കേട്ടോ. സോ ഇതാണ് ഇവിടുത്തെ സെൻറ്റ് തോമസ് ചർച്ച് കേട്ടോ. സോ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് സെൻറ്റ് തോമസിൻ്റെ ചർച്ചാണ്. മേരി ആണെന്നാണ് തോന്നുന്നത്. ദയവ് ചെയ്തിട്ട് ക്രിസ്ത്യൻ സമുദായക്കാർ കമൻറ്റ് ചെയ്യണേ, എനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരണം. വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്കിവിടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് വളരെ വലിയൊരു പള്ളിയാണ്, പക്ഷേ ഇതിന് റിനോവേഷൻ പരിപാടികൾ നടന്നു കൊടുക്കുന്നത് കേട്ടോ. അവരതാണ് പറഞ്ഞത്. ഇതാണ് പഴയ പള്ളി, റിനോവേഷൻ നടന്നു കൊടുക്കുന്നത്. ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കത്തീഡ്രൽ എന്നോ എന്തൊക്കെയോ പേരുണ്ടെല്ലാം പഠിച്ചോണേ. ഞാൻ ഒരുപാട് കൺട്രിയിൽ ഒരുപാട് ക്രിസ്ത്യൻ റിലേറ്റഡ് ഹിസ്റ്റോറിക്കൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു നോളജ് പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ പണിയുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നമ്മുടെ മെമ്പർ എന്ന് പറയുന്ന പോലെ ഈ ക്രിസ്ത്യൻ സമുദായക്കാരുടെ ആചാരങ്ങൾ നടക്കുന്ന ഒരു സംഭവം ഇത്. ഇവിടെയാണ് പുരോഹിതൻ നിൽക്കുക. ഇവിടെ ഇങ്ങനെ ഒരുപാട് കസേരകൾ വലത്തും ഇടത്തൊക്കെ വിശ്വാസികളുണ്ട്. ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ ശരിക്കും കേരളത്തിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെയും അകത്ത് ഞാൻ പ്രവേശിച്ചിട്ടില്ല. എനിക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രവേശിക്കാനും അവിടുത്തെ കർമ്മങ്ങളും കാര്യങ്ങളെ പറ്റി പഠിക്കാനും അത് നിങ്ങളൊക്കെ അനുവദിക്കുകയാണെങ്കിൽ വീഡിയോ ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഇതുപോലുള്ള കാഴ്ചകൾ കാണാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അറിയാൻ പഠിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സിനിമകളിൽ മാത്രമേ നമ്മൾ ക്രിസ്ത്യൻ പള്ളിയുടെ ഉൾവശം കാണുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോൾ വശം അടിപൊളിയാണ് കേട്ടോ. നല്ല ബ്ലൂ കളർ. അത് അവർ പ്രത്യേകിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടൊന്നുമില്ല നട തോന്നുന്നത്. അങ്ങനെ തന്നെയുണ്ട്. പഴയ പള്ളിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കല്ലും കാര്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പഴയ പള്ളിയാണ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 1886 ഈ പള്ളി ഉണ്ടാക്കിയത് കേട്ടോ. 1886 അന്ന് ബിഷപ്പ് ഹബീബ് ഹോംസെയ്ദ് അങ്ങനെ എന്തോ ആണ് പേര്. അങ്ങനെ പറയുന്ന ഒരാളാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. ഒരു ഷെയ്ദിയ എന്ന് പറഞ്ഞൊരു പാസ്റ്ററായിരുന്നു കേട്ടോ. ഈ ബസ്രയിലെ ഒരു പാസ്റ്ററായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് കാലത്ത് ഈ ഒരു പള്ളിയെ ഗാൽഗുത്ത ചർച്ച് എന്നാണ് വിളിച്ചു കൊണ്ടത്. അത് സിറിയയിൽ അതിന് ഗോൾഗുട്ട് അങ്ങനെ എന്തോ അതിന് മീനിങ്സ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണേ. അപ്പോൾ ഒരുപാട് ഹിസ്റ്റോറിക്കലി ഇല്ല കാര്യങ്ങളുള്ള ഒരു പള്ളിയാണിത്. ശരിക്കും ഇറാഖിൽ ഏകദേശം 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനിടയിൽ ക്രിസ്ത്യൻ സമുദായക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും അവർ ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് പുതിയ അറിവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ല, ഇസ്ലാം കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഈ ഒരു ചർച്ചിൽ ആകെ മിസ് ചെയ്യുന്നത് എന്താ അറിയോ? പച്ചക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റർമാർ. ലോകത്തിൽ ഏത് മൂലക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സിസ്റ്റർമാരെ കാണാൻ പറ്റും, മലയാളികൾ. അവർ ആ ഒരു ഏരിയയിൽ ഞാൻ കെനിയയിൽ മച്ചാക്കോസ്റ്റ്, എനിക്കിപ്പോൾ ആ പേര് ഓർമ്മയുണ്ട്. കാരണം ആ സിസ്റ്റർമാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെന്ന് വെച്ചാൽ ആ ഒരു കാട്ടുഗ്രാമം പോലത്തെ ഒരു വില്ലേജിൽ പോയിട്ട് അവരൊന്നുമില്ലാണ്ട് പട്ടിണി എടുത്തിട്ടൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ട പാർപ്പിടവും വസ്ത്രവും അവർക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്വയം ജീവിതം മുഴിഞ്ഞു വെച്ച സിസ്റ്റർമാർ കേട്ടോ. ഒരുപാട് സിസ്റ്റർമാർ ലോകത്തെമ്പാടും, ആഫ്രിക്കയിലാണ് മെജോറിറ്റി ഉള്ളത്. പല രാജ്യങ്ങളിലും സ്വന്തം നാടും വീടും കുടുംബക്കാരും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു നാടിന് വേണ്ടിയിട്ട്, ആ ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരുപാട് സിസ്റ്റർമാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവരെ ഒരു മതം എന്നുള്ള പേരിൽ നിങ്ങൾ അവരെ കുറച്ചാണ്ട് ആവശ്യമില്ല. കാരണം മതം എന്നതിലുപരി അവർ ചെയ്യുന്നത് വലിയൊരു സേവനമാണ്. അപ്പം ഒരു രാജ്യത്തും അല്ലെങ്കിൽ ഒരു സമുദായത്തിലും ഒരാൾക്കാരും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സിസ്റ്റർമാർ ചെയ്യുന്ന ഒരു സേവനം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം സ്വന്തം ജീവിതം അവർ അതിനോട് മാറ്റി വെക്കുന്നുണ്ട്. കല്യാണം പോലും കഴിക്കാതെ മറ്റ് സുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ എന്താണെങ്കിൽ എല്ലാം ഒഴിവാക്കിയിട്ട് 24 മണിക്കൂറും ലൈഫിന് 24 മണിക്കൂറും കർത്താവിൻ്റെ മണവാട്ടിയായി നിന്നുകൊണ്ട് അവരുടെ മക്കളെന്ന് വെച്ചാൽ ജനങ്ങളെ സേവിക്കുക എന്നതാണ് അവർ ചെയ്യുന്ന കടമ കേട്ടോ. ഇതാണ് ഈ ചർച്ചിൻ്റെ വേറൊരു സൈഡ്. ഒക്കെ റിനോവേഷൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഫാമിലീസ് താമസിക്കുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. ഇവരെ പോറ്റുന്ന പക്ഷികളാണ് തോന്നുന്നത്. വീട്ടിനകത്തും പുറത്തൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഞാൻ പോകണില്ല. കാരണം കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ആൾത്താരാട്ടോ, ഞാൻ മെമ്പർ എന്ന് പറഞ്ഞ ആൾത്താരാണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. കാരണം ഞാനിപ്പോൾ മെയിനായിട്ട് കണ്ടൻസ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്, ഷോർട്ട് കണ്ടൻസ് ഒക്കെ. ആണോ, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഉണ്ടോ, സെൻറ്റ് തോമസ് ചർച്ച്. അത് ഇറാഖിലെ ബസ്രയിൽ. ഈ ഒരു വണ്ടിയുണ്ട്. നിങ്ങൾ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂട്ടാട്ടോ. നോക്കിയേ, വെളുത്തിട്ട് നല്ല രസമല്ലേ, വെളുത്തിട്ട് പാറുന്നുണ്ട്.
ഞാൻ ഇതിന് മുന്നിൽ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ വീഡിയോ ചെയ്തത് ഒന്ന് തുർക്കിയിൽ നിന്ന് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ അവിടെ കപ്പഡോക്കിയ പോയിട്ട് വേൾഡിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്രിസ്ത്യൻസ് സ്കൂളിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്ന് അവിടെ നിന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പടമൊക്കെ ഞാൻ അതിൽ വീഡിയോ കാണിച്ചിരുന്നു. അവിടെ ഇപ്പോൾ ചുമർ ചിത്രങ്ങളായിട്ടുണ്ട്. ഈ ഫേസ് ഇല്ല, ഫേസ് പിന്നീട് മറ്റ് ആൾക്കാർ അത് വന്ന് അധിനിവേശം നടത്തിയപ്പോൾ ഫേസൊക്കെ അവർ എടുത്തതായിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഈ ബോഡിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചുമർ ചിത്രങ്ങൾ നല്ല വൃത്തിയിൽ. അപ്പം ഞാൻ അതിനകത്ത് ക്യാമറ കൊണ്ട് പോയിട്ട് വളരെ അടിപൊളിയായിട്ട് എടുത്തിരുന്നു, നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അതുപോലെ ഞാൻ ഞാൻ ഇവിടെ ആഫ്രിക്കയിൽ പോയപ്പോൾ ഞാൻ പല സ്ഥലങ്ങളും പല പള്ളികളും കാണിച്ചിരുന്നു. പിന്നെ സാൻസിബാർ പോയപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. ഇപ്പം ഹിസ്റ്റോറിക്കൽ പ്ലേസ് കവർ ചെയ്യുമ്പോൾ അതിൽ റിലീജിയൻ പ്ലേസൊക്കെ ഞാൻ കവർ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ എന്താ കുഴപ്പം പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ആൾക്കാർ മനസ്സിലാക്കണം, ഞാനിപ്പോൾ ഇവിടെ വന്നു പെട്ടെന്നാണ് അവർ എന്നെ ഈ സ്ഥലം കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരിക്കലും നിങ്ങളെപ്പോലെ വർഷങ്ങളായിട്ട് അതിനെപ്പറ്റി ജ്ഞാനമുള്ള ആൾക്കാരൊന്നാവില്ല. പെട്ടെന്ന് അവരെ സ്ഥലം കാണിക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് പെട്ടെന്ന് പോയി നമ്മൾ ഗൂഗിൾ നോക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലോസ് ഫ്രണ്ട്സിനാരും വിളിക്കുന്ന, റെഫറൻസ് എടുക്കുന്നത് പറയുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് പറ്റുന്നത് കേട്ടോ. നേരെ മറിച്ച് നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മൾ ആ സ്ഥലം ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ തലേന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ എനിക്ക് നോട്ട്സൊക്കെ എഴുതി അത് നോക്കിയിട്ട് വായിക്കാൻ പറ്റും. എന്താ പറഞ്ഞത്? 4 മണിക്ക് പോവാന്. ആ, ഓനോട് പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കും. 1.5 മണിക്കൂർ ഓടിയിട്ട് സ്ഥലത്ത് പോകണ്ടല്ലോ. എത്ര മണിക്ക് ഓനക്ക് പോകേണ്ടത്? 4 മണിക്ക് പോയിട്ട് 1.5 മണിക്കൂർ ഓടണം. ആ, ഓനോട് പറ മുത്തേ, ഓനോട് പറ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. എടാ, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഓനോട് എൻ്റെ റൂമിൽ ഇറക്കി തരാൻ പറ. റൂമിൽ ഇറക്കി തന്നിട്ട് ഓനോട് പോയിട്ട് 4:30 മണിക്ക് എവിടെ വെച്ചാൽ പോയിട്ട് വരാൻ പറ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത് ട്രാൻസ്ലേഷൻ നടന്നുകൊടുക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ കട്ടിയുള്ള വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യണ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ 4:30 മണിക്ക് എവിടെ വണ്ടി എടുത്ത് പോകും, പോയി കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ആ മോനെ എന്താ പറയുന്നത്? ആ മതി, അങ്ങനത്തെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാലോ, 2-3 വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. രാത്രിക്ക് വരെ കിടന്നുറങ്ങല്ലോ. ഓക്കെ മുത്തേ, ഫീസ് ഉണ്ടാ ട്രാൻസ്ലേഷൻ ഫീസ് ഉണ്ടാ? നീ എൻ്റെ ഫോളോവേഴ്സിനോട് ഹായ് പറഞ്ഞേ. ഓക്കെ മുത്തേ, ശരി. കുവൈറ്റിലെ വീഡിയോയിൽ നമ്മൾ ഇവനെ കണ്ടിട്ടില്ലേ? കുവൈറ്റിലെ വീഡിയോയിൽ ഇവനുണ്ടായിരുന്നു. ഞാൻ കുവൈറ്റ് എൻ്റർ ചെയ്യുന്ന വീഡിയോയിൽ ഇവൻ വന്നിട്ട് എന്നോട് നമ്മൾ സംസാരിച്ചില്ലേ, ആ ഒരു ജെറീഷ് കേട്ടോ, അവനാണ് എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചെക്കൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ വരട്ടെ. ഇതാണ് ഹോട്ടൽ. അവൻ വന്നിട്ട് ഉള്ളിൽ കയറാം. ഇവിടെ ഫുള്ള് തിരക്കാണ്. ഇറാഖിലെ കറൻസി എങ്ങനെയാ വെച്ചാൽ 100 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 40,000 കിട്ടി. ഇവിടുത്തെ ഞാൻ 2000 ദിറംസ് കൊടുത്തിട്ട് 8 ലക്ഷമാണ് വാങ്ങിയിട്ട്. ഇവിടെ കറൻസി വാല്യൂ വളരെ പ്രശ്നമാണ്. ഇപ്പം ഇതാണ് ഇവിടുത്തെ നോട്ട് എന്ന് പറയുന്നത്. 25,000 റുപ്പീസ് ഉണ്ടോ? 25 ഒന്നും കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പെട്രോൾ ആണെങ്കിൽ 1 ലിറ്റർ പെട്രോളിന് 4 റുപ്യ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചിട്ടുണ്ടോ, വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് കാണിച്ചത്. ഇവിടെ ആക്ച്വലി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അവിടെ നിന്നിട്ട് ഇത് കറങ്ങുന്ന സെൽഫി അവിടെ എന്താണെന്നല്ല, അല്ല കറങ്ങുന്ന സെൽഫി അല്ല, അവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, go there. Okay. Oh yeah. We'll sit where? Yeah. ഇത് ആക്ച്വലി ഇവിടെ കുട്ടികൾ ഇതൊക്കെ നല്ല കൺസെപ്റ്റ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടില്ലേ ഇതൊക്കെ കിഡ്സ് പാർക്ക് ഇതിനുള്ളൂ. വലിയ സ്പേസ് ഇവർ കിഡ്സിനോട് മാത്രം മാറ്റിച്ച്. നമ്മുടെ നാട്ടിലത്തെ ഹോട്ടലുകളിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കൺസെപ്റ്റാണിത്. കാരണം കുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള പാർക്ക്. അപ്പം നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാമല്ലോ, അല്ലെങ്കിൽ കുട്ടികൾ അടങ്ങാറായിരിക്കുന്നത് കഴിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു എത്ര കപ്പാസിറ്റി ഉണ്ടാവും ഇതിൽ? ഭയങ്കര വലിയ ഹോട്ടലായിട്ട് ഇത്. മുകളിൽ ഇൻറ്റീരിയറൊക്കെ നോക്കിങ്ങൾ. ഇതാണ് ഇവർ മെനു കേട്ടോ. ഇതൊരു കുന്തോ എനിക്ക് തിരിയുന്നില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് മറിച്ച് നോക്കും, എന്നിട്ട് തിരിച്ച് അവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കും. ഞാൻ ആക്ച്വലി ഫുഡ് ഓർഡർ ചെയ്ത് ഈ ഫോട്ടോ കാണുന്ന ചിക്കൻ കേട്ടോ. അപ്പം ഈ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ട്. هي البحث الهندي قالت عليه. ايه صح بلغوكم واحنا هم رجعنا خبرنا ومطلعكم خبر നമ്മൾ ചെറിയ സൂപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ ബ്രെഡ് വന്നിട്ടുണ്ട്. ഈ ബ്രെഡ് ഉണ്ട്, ഇവിടെ ചെറിയ ചെറുനാരങ്ങയുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നതിനാണ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ മൊത്തം. പക്ഷേങ്കിൽ ഇവരെല്ലാവരും നല്ല സ്വഭാവമാണ് എന്ന് പറയാൻ വരുമ്പോഴാണ് അയാൾ വന്നിട്ട് ടാറ്റ കേട്ടോ. ഇവരെല്ലാം നല്ല സ്വഭാവമാണ്. പിന്നെ നല്ല ഹൈജീനിക്കാണ്, നല്ല ക്ലീനാണ്. കാരണം അവർക്ക് സർവ് ചെയ്യുന്ന സ്റ്റൈലുണ്ട്. ഒരു 5 സ്റ്റാർ ഫെസിലിറ്റീസിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കും പണ്ടെടുത്തോളം, കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫുഡൊക്കെ. ഫുഡ് വന്നിട്ടോ, ഇത് യെല്ലോ റൈസാണ്, ചെറുനാരങ്ങയുണ്ട്, ചിക്കൻ ഉണ്ട്, അൽഫാമാണോ എന്താണെന്നറിയില്ല. പിന്നെ ഇതിനുള്ളിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇത് ഉപ്പിലിട്ട് കേട്ടോ, ഉപ്പിലിട്ട സാധനം ഇവിടെ ഉണ്ട്. ഇത് തൈരുണ്ട്. എൻ്റെ നമ്മുടെ ബീൻസാണ്.
ശരിക്കും പറഞ്ഞാൽ ചങ്ങായിയുടേത് ബീഫാണ്, പക്ഷെ എൻ്റെ ചിക്കൻ കേട്ടോ. ഞാൻ ഇവരുടെ മര്യാദയ്ക്ക് വരെ കുറച്ച് മതി, ഇല്ലേൽ ഒറ്റ കുറവാണ്. എങ്ങനെയാണ് പിള്ളേരെ എടുക്കുന്നത് പടച്ചോൻ കറി. റൊട്ടി ഉണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 10 മിനിറ്റുള്ള സാധനത്തിനുണ്ട്. ചിക്കനാണ് ആക്ച്വലി. ചിക്കൻ്റെ ഗ്രില്ലാണോ എന്താണല്ലോ സംഭവം. കഴിച്ചു കഴിഞ്ഞോ എൻ്റെ പ്ലേറ്റ് അങ്ങനെ തന്നെ ബാക്കിയായിട്ട്. കാരണം ഇവരെ പെരുവയറിൽ കുറേ ഫുഡ് ചെയ്യും. നമ്മുടെ കുഞ്ഞു വയറിൽ ഞാൻ ഫുഡ് കഴിക്കൽ വളരെ കുറവാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് പാർസൽ എടുക്കാൻ വന്നു. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതെടുക്കണ്ട, രാത്രി വേറെ ഫുഡ് ഓർഡർ ചെയ്യും. ഞാൻ പറഞ്ഞു അതല്ല, എനിക്ക് വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ല. കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ് ഫുഡ് വേസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഇതുള്ള വേറെ പുതിയത് പാർസലാക്കി തരാം. ഞാൻ പറഞ്ഞു വേണ്ട അത് വേണ്ട, ഇതന്നെ മതി, ഇത് വേസ്റ്റ് ആക്കണ്ട. എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവർ പുതിയ പാർസലാക്കി തരാൻ ചാൻസ് കൊടുത്തു. അവർ സംസാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് കഴിച്ചില്ലേ, നാളെ എനിക്ക് എന്ത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഭക്ഷണം വെച്ചിട്ട് കളിക്കാറില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഫുഡ് വ്ലോഗ് ചെയ്യാൻ ഞാൻ വളരെ കുറവാണ്. കാരണം ഞാൻ നിറമുള്ള ഭക്ഷണം നോക്കിയിട്ടോ അല്ലെങ്കിൽ രുചിയുള്ള ഭക്ഷണം നോക്കിയിട്ടോ കളറുള്ള ഭക്ഷണം നോക്കിയിട്ടോ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരു ഭക്ഷണം നോക്കിയിട്ടോ ഞാൻ തേടി പോകാറില്ല ഒരിക്കലും. അങ്ങനെ തേടിപ്പോയി കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ഫുഡ് എന്നത് ശരിക്കും നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മുടെ വിശപ്പ് മാറ്റാനും നമ്മുടെ ജീവൻ നിലനിർത്താനുമുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കും. പിന്നെ സർവൈവൽ സിറ്റുവേഷൻ എന്തും ഞാൻ കഴിക്കും. ഞാൻ എന്തും കഴിക്കും. ഇവൻ നമുക്ക് നിഷിദ്ധമാണെന്ന് പറയപ്പെടുന്ന വസ്തുക്കളാണെങ്കിലും ഞാൻ കഴിക്കും. കാരണം നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല, നമുക്കത് കഴിച്ചേ പറ്റും. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ കഴിക്കും കേട്ടോ. അതാണ് ജീവൻ നിലനിർത്തുക. അതാണ് ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഭക്ഷണവും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ ആർഭാടം കാണിക്കുമെന്ന് പറയുമ്പോൾ അതൊരു അഹങ്കാരമല്ലേ. ദൈവം എപ്പോഴാണ് നമ്മളെ ചവിട്ടിക്കുത്തി ആ ഒരു കോലത്തിലേക്ക് ആക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. പിന്നെ പക്ഷേ എൻ്റെ ഉപ്പയും ഉമ്മയും മാക്സിമം നമ്മളെല്ലാ രീതിയിലും നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലൈഫ് സെറ്റിലായി എന്ന് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പണ്ടാര പറഞ്ഞല്ലോ പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറയുന്നത്. ഇതേ എനിക്ക് തന്ന കവറുണ്ട്. നിങ്ങൾ ഒരു 10 ആൾക്ക് കഴിക്കേണ്ട ഫുഡുണ്ട്. 10 ആൾക്ക് കഴിക്കേണ്ട ഫുഡുണ്ട്. ഇതിൽ 3 വെറൈറ്റി ഡിഷ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കഴിച്ച ഡിഷല്ലേ അതൊരു വെറൈറ്റി ഉള്ളൂ. ഓക്കെ, ഒരു ചിക്കനും റൈസും. അത് പകുതി പോയിട്ട് ഒരു 4-1 കഴിക്കാൻ എനിക്ക് ആയിട്ടില്ല. ആ ഒരു സാധനത്തിൻ്റെ 3 ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കാനാണ് അവിടെ ചോണേ? ഇനിയിപ്പോൾ വയറ് കയറിയിട്ട് ഓട്ടയാക്കിയിട്ട് കഴിച്ചിട്ട് പുറത്തേക്കിട്ട് തള്ളേണ്ടി വരും. അവൻ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുന്നു കേട്ടോ. ഇതോടെ ഡെലിവറി ബോയാണ്. ഇറാഖികൾ ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. കാരണം ആസ് ഓഫ് നൗ എന്നോട് ആരും ഒച്ചപ്പാടാക്കാനോ പിടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. കാരണം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര സ്നേഹത്തോടെയാണ് നോക്കിയത് കേട്ടോ. അപ്പം ഫ്രണ്ട്ലിയാണ്, ഹാപ്പി അതല്ലോ. അപ്പം നേരെ പോവാം. നമ്മളെ വണ്ടി അങ്ങ് ലാസ്റ്റ് ഉള്ളത്. ഇപ്പം ഗൾഫിനെ കമ്പയർ ചെയ്യുമ്പം ഇവിടെ ചൂടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേങ്കിൽ അവിടുത്തെ അത്ര നമുക്കൊരു കഠിനമായ ഫീൽ ഇല്ല കേട്ടോ. അതിന് റീസണായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ആൾക്കാരങ്ങനെ നടക്കുന്നില്ല. അവിടെ എല്ലാവരും കാറിലാണ് പോണത്. സ്ട്രീറ്റിലൊക്കെ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ നമുക്കിങ്ങനെ ചൂട് തോന്നില്ല. ഓക്കെ, നട്ടുച്ച പേരത്തൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ? എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു ടൈമിൽ ഇങ്ങനെ വണ്ടി എടുത്ത് പോണത്. അത് ഇപ്പോൾ സമയം 1:30 മണി കേട്ടോ. എക്സാക്ട്ലി ചൂടിൻ്റെ മെയിൻ കേന്ദ്രത്തിലുള്ളത്. ഇവിടെ ഉച്ചക്ക് 1 മണിക്ക് കടകൾ ക്ലോസ് കേട്ടോ. അതാ കുല്ലു ബന്ദ് ആഫ്റ്റർ വഹദ്. കുല്ലു ക്ലോസ്, സൂക്ക് ക്ലോസ്. ഓക്കെ 1 മണിക്ക് ശേഷം എല്ലാ കടകളും ക്ലോസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം പൂട്ടിയിട്ടുണ്ട്. 1 മണി മുതൽ 4 മണി വരെ മിഡിൽ ഈസ്റ്റിൽ ഫറിലാണ് ക്ലോസ് ആക്കൽ. ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട് ചില കടകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓട്ടർച്ച കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചിരി വരുന്നുണ്ടോ. ഇവരെങ്ങനെ ചൂടത്ത് ഓടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എങ്കിൽ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തേക്കാൾ ടെമ്പറേച്ചർ ഉണ്ട്. നമ്മൾ ചങ്ങായി റൈഡ് ചെയ്യുമ്പോൾ ഇന്നലെ വിളിച്ചു പറഞ്ഞത് 43 ഡിഗ്രി എങ്ങാണ്ട് ചൂടുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ഇവിടെ ഇപ്പോഴും 30 ഉള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇറാഖിൽ ഇപ്പോഴും 3G ഉള്ളൂ, 4G ഇല്ല ഇൻ്റർനെറ്റ് സ്പീഡ്. അപ്പോൾ ഞാനത് പറയാൻ പറ്റുമോ? ഇവിടെ നമ്മളെ നാട്ടിൽ ഇപ്പോൾ 5G എത്തിയല്ലേ. ഇവിടെ ഇപ്പോൾ 3Gയിലുണ്ടല്ലോ, അപ്ഡേറ്റ് ആയിട്ടില്ല. പിന്നെ വേറെ കാര്യം, ഇറാഖിലെ ഗൂഗിൾ മാപ്പ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ മാപ്പ് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ കിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ കണ്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുന്ന വീഡിയോ പറഞ്ഞിരുന്നു, ഗൂഗിൾ മാപ്പ് പറഞ്ഞാൽ പോയപ്പോൾ ഞാൻ കുടുങ്ങിപ്പോയി. അപ്പോൾ പിന്നീട് ഗൂഗിൾ സെർച്ച് ചെയ്യപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ഇല്ല. പ്ലസ് ലൈവ് ലൊക്കേഷൻ കാണിക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ മൂവ് ചെയ്യുന്ന ലൊക്കേഷനില്ലേ
ആ ലൊക്കേഷൻ നമുക്ക് നാവിഗേഷൻ ഇട്ടെല്ലാം അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യാം. അപ്പോൾ അതൊക്കെ കുറച്ച് പണിയാണ്. ഇവിടെ ട്രെയിൻ ഉണ്ട്, അവിടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഇവിടെ ട്രാഫിക്കിൽ ക്യാമറ ഇല്ല, സ്പീഡ് ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമില്ലാതെ പോകാൻ പറ്റും. ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ സ്കൂളിലെ കോളേജിലൊക്കെ പിള്ളേരൊക്കെ പഠിക്കുന്ന സ്ഥലമുണ്ടാകും. നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ കാണാൻ പറ്റും. ഓക്കെ, കോളേജ് വിട്ട് കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസാണ്. ചൂടാണ്, സ്റ്റുഡൻസിന് ഇവിടെ ചൂടാണ്. ഇതുണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. ഇവിടെ അങ്ങനെ പെൺപിള്ളേർക്ക് ഞാൻ പറഞ്ഞൊന്നും കാണുന്നില്ല, സാധാ ഡ്രസ്സിന് കേട്ടോ. പക്ഷെ മുഖമൊക്കെ മറിച്ചിട്ടുണ്ട്. പക്ഷേ വസ്ത്രധാരണമൊക്കെ സൂപ്പറാണ്. ഇവിടുത്തെ ആണുങ്ങളാണെങ്കിൽ നൈസായിട്ട് ഒരു ഡ്രസ്സ് ഇടുന്നുണ്ട് കേട്ടോ. നല്ല ജീൻസും ഷർട്ടും ഒക്കെ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് നല്ല ഫാഷൻ ഡ്രസ്സുകൾ ഇവരുടെ അടുത്തുള്ളത്. ഇവിടെ കന്തൂർ ഇല്ല ആക്ച്വലി. അറബ് കൺട്രീസിലുള്ളത് പോലത്തെ ഇവിടെ കന്തൂർ എന്നുള്ള സംഭവമേ ഇല്ല. നല്ല ഫാഷൻ ഡ്രസ്സാണ് വരുന്നതായിരിക്കും. പോലീസ് No, bro. ഓക്കെ, ഇത് പോലീസിൻ്റെ വണ്ടി കേട്ടോ. ഇവിടുത്തെ ബസ്ര പോലീസിൻ്റെ വണ്ടിയാണ്. ബ്ലാക്ക് കളർ ആയിട്ട് വരുന്നത്. ബ്ലാക്ക് കളർ വണ്ടി ഉള്ളത് ഇവിടെ നമുക്ക് കുവൈറ്റ് പോലീസിൻ്റെ കളറും ബ്ലാക്ക് ആയിരുന്നു. ഞാൻ ആക്ച്വലി എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യം ചെറിയ പേടിയുണ്ടാണ് പോലീസിൻ്റെ ക്യാമറ ഇരിക്കും. പക്ഷേ മോനെ കുഴപ്പമൊന്നുമില്ല പറയും. പിന്നെന്താ, ഏത് രാജ്യത്ത് പോലെ നമ്മൾ അവിടുത്തെ ഈ ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ വീഡിയോസ് നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ. ഒരു കോമഡി പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. ചങ്ങാതി ആക്ച്വലി ഇവിടുത്തെ പോലീസാട്ടോ. ഞാൻ ഇപ്പോഴായിരുന്നത്, ഞാനിപ്പം കുറേ ഇവനൊപ്പം ട്രാവൽ ചെയ്യുന്നത്. ഇവൻ എവിടെ പോകുമ്പോൾ പോലീസുകാരോടൊക്കെ സംസാരിക്കുന്ന പിടിക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവൻ ഇവിടുത്തെ പോലീസുകാരനാണ്, പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവനെ കണ്ടാൽ ഞാൻ വിചാരിച്ചൊരു 35-40 വയസ്സൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവൻ ആകെ 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആള് ആ ഒരു ഭക്ഷണങ്ങളും അല്ല അവരുടെ വ്യായാമം എല്ലാം കൊണ്ട് ആളൊരു സൈസാണ്. ഓരോ രാജ്യത്തിലെ ആൾക്കാരുടെ ശരീരഘടനയില്ലേ ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് കേട്ടോ. അത് അവർ കഴിക്കുന്ന ഭക്ഷണവും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ വ്യായാമമൊക്കെ അനുസരിച്ചിരിക്കും. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പ്രോട്ടീന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല. ആൾക്കാർ ഒരു ക്രേവിങ്ങിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു പുളിപ്പ് എന്നൊക്കെ പറഞ്ഞത് അതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ശരിക്കും നമ്മളെ ശരീരം അത് അക്സെപ്റ്റ് ചെയ്തത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ശരീരം നമ്മൾ നല്ല സൈസാക്കി തരും. ഈ ചെക്കനെ കാണുമ്പോൾ കേരളത്തിൽ കണ്ണൂരാ കാസർഗോഡ് ഭാഗത്താണ് പോയത് കേട്ടോ. മൊത്തം നോക്കിയാൽ ഓരോന്നിൻ്റെ കോലം കാണുമോ. ശരിക്കും നമ്മുടെ നാട്ടിലത്തെ അതേ ഫേസ് അതേ ബോഡി ലാംഗ്വേജ് അല്ലോ. മലയാളം നിങ്ങളെ നോക്കിയാൽ ആ വരുന്ന നോക്കി നിങ്ങളെ ഈ വരുന്ന നോക്കി താടിയിൽ വെച്ചാൽ മലയാളിനെ തന്നെ ആ ഡ്രസ്സിൽ നോക്കണോ. ശരിക്കും ഒരു മലയാളി കട്ടൻ കേട്ടോ എല്ലാത്തിനും. ഓക്കെ, ഇനി റൂമിലേക്ക് പോവുകയാണ്. പിന്നെ ഇറാഖിലെ 3ാമത്തെ വീഡിയോ ഇത്. നാളെ ഇനി വീഡിയോ വരും. നാളെയും കൂടെ ഞാൻ ബസ് ട്രെയിനുണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നേരെ കർബലയിലേക്കാണ് പോകുന്നത്. കർബല എന്ന് പറഞ്ഞത് ഒരുപാട് ഹിസ്റ്റോറിക്കൽ അടങ്ങുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ കർബലയിൽ പോകും. കർബലയിലേക്ക് ഇവിടുന്ന് 400 കിലോമീറ്റർ എങ്ങാണ്ടുള്ളത്. കർബല പോയിട്ട് ഇൻഷാല്ലാ അവിടുന്ന് ഞാൻ നേരെ പോകുന്നത് ബാഗ്ദാദിലേക്കാണ്. ബാഗ്ദാദിൽ ഒരുപാട് പരിപാടികളുണ്ട്. ബാഗ്ദാദിൽ ഒരു 2 days എന്തായാലും സ്പെൻഡ് ചെയ്യും. ബാഗ്ദാദിൽ നിന്ന് നേരെ പോണത് തിക്രിത്ത് മൊസൂൽ വഴി നേരെ തുർക്കിയിലേക്ക് കേട്ടോ. ഒരു 10 ദിവസം കൊണ്ട് ഞാൻ തുർക്കി ബോർഡർ ക്രോസ് ചെയ്യും. എനിക്ക് രാജ്യത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്താണെന്ന് അറിയാത്തൊരു വക്ര ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം സെറ്റായി കേട്ടോ. കറൻസി ആണെങ്കിൽ എല്ലാം സെറ്റായിട്ട് എനിക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഹാപ്പിയാണ്, സേഫാണ്, പ്രശ്നമൊന്നുമില്ല. സോ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഈ വീഡിയോയിൽ ഞാൻ ബിഗിനിങ്ങിൽ കാണിച്ച ക്രിസ്ത്യൻസിൻ്റെ ചർച്ച ആണെങ്കിൽ എന്താണെങ്കിലും അതിനിടയിൽ ഞാൻ എന്തെങ്കിലും പൊട്ടത്തെറ്റുകളോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അതിപ്പോഴേ ഞാൻ പറയാം. എന്നിട്ട് നിങ്ങൾ എൻ്റെ തെറ്റുകൾ നിങ്ങൾ തിരുത്തി തരണം. അപ്പം ഫ്യൂച്ചറിൽ എനിക്ക് ആ തെറ്റുകൾ ആവർത്തിക്കാതെ നോക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.